നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ദില്ലിയിൽ നടക്കുന്ന സമരങ്ങൾ ഓരോ നിമിഷവും കരുത്താർജിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ വിറപ്പിച്ചിരിക്കുന്ന സമരങ്ങളിൽ അമ്പരന്ന് നിൽക്കുകയാണ് മോദിയും കേന്ദ്ര സർക്കാരും. തുടർച്ചയായ 4ാം ദിനവും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തടസ്സപ്പെട്ടു. 11 മണിക്ക് നടപടിക്രമങ്ങൾ ആരംഭിച്ച നിമിഷങ്ങൾക്കകം സ്പീക്കർക്ക് സഭ നിർത്തിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ചോദ്യോത്തരവേള തുടങ്ങാനുള്ള സ്പീക്കറുടെ നീക്കം വിജയം കണ്ടില്ല. സ്പീക്കർ ചെയറിലെത്തിയത് മുതൽ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കി. ഇതോടെ സഭാ നടപടികളുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് സ്പീക്കർക്ക് വ്യക്തമായി. ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവെച്ച സഭ വീണ്ടും തുടങ്ങിയെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല. നിമിഷങ്ങൾക്കകം പിരിയേണ്ടി വന്നു. രാജ്യസഭയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം. അതിനിടെ വിഷയത്തിൽ പ്രതികരണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നെങ്കിലും അത് വിജയിച്ചില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മോദി പ്രതികരിച്ചത്. എന്നാൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇതൊന്നും മുഖവിലേക്ക് എടുത്തില്ല. അത്തരത്തിലുള്ള ഡയലോഗുകളൊന്നും വേണ്ട, പ്രവൃത്തി മതി എന്നതാണ് ഈ സമരക്കാരുടെ നിലപാട്. വിദ്യാർത്ഥികളുടെ ഭാവി തകർത്തത് മോദിയാണെന്നും രാജ്യത്തെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും തങ്ങളില്ലെന്ന് വ്യക്തമാക്കുകയാണ് CJPയും പ്രതിപക്ഷവും. 34ാം ദിവസത്തിലേക്ക് കടന്ന CJP സമരം ആവേശം ചോരാതെ മുന്നോട്ട് പോവുകയാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ സമരത്തിന് പിന്തുണയുമായി ഓരോ നിമിഷവും 100 കണക്കിന് ആളുകളാണ് ജന്തർ മന്ദിറിലേക്ക് ഒഴുകുന്നത്. ഇത് ദില്ലിയിൽ അസാധാരണ സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞു. സമരത്തെ നേരിടാൻ 45 കമ്പനി കേന്ദ്രസേനയെയാണ് വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ അതൊന്നും കണ്ട് പേടിക്കാൻ തയ്യാറല്ലെന്നാണ് രാജ്യത്തെ യുവത ഒന്നാകെ പറയുന്നത്. സമരത്തെ തുടർന്ന് ദില്ലിയിലെ 16 മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചത്. ഇതിനെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അടച്ച മെട്രോ സ്റ്റേഷനുകൾ എത്രയും പെട്ടെന്ന് തുറന്നില്ലെങ്കിൽ ഇടപെടുമെന്ന മുന്നറിയിപ്പാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നൽകിയിരിക്കുന്നത്. प्रश्नकाल श्री विद्युत वरण महतो जी। धन्यवाद सभापति महोदय। तारांकित प्रश्न 61 सर, विद्युत वरण जो किसी को नहीं बोलने दूंगा प्रश्नकाल के अंदर। प्रश्नकाल के अंदर प्रश्नकाल ही चलेगा। आप अगर प्रश्नकाल नहीं चलाना चाहते, प्रश्नकाल माननीय सदस्यों का सबसे महत्वपूर्ण समय होता है, जवाबदेह का होता है। मैंने कल भी प्रयास किया, अब भी प्रयास कर रहा हूँ कि सदन हर मुद्दे पर चर्चा करने को तैयार है। आप प्रश्नकाल के बाद आइए, जिस नियमों के तहत भी आप चर्चा करना चाहते हैं, सब दलों के साथ बैठकर हम चर्चा करने के लिए सरकार से भी बात करेंगे। सरकार भी चर्चा करने को तैयार है, इसलिए आप चर्चा करें। प्रश्नकाल में किसी का वक्तव्य नहीं होगा। आप प्रश्नकाल नहीं चलाना चाहते, प्रश्नकाल नहीं करना चाहते, सदन नहीं चलाना चाहते, तो मैं बैठ जाता हूं। आप मुद्दों पर चर्चा नहीं करना चाहते, मैं सभी माननीय सदस्यों से, सत्ता पक्ष और प्रतिपक्ष के माननीय सदस्यों से आग्रह करता हूं कि वो प्रश्नकाल के बाद आए, चर्चा करें। नियमों के तहत मैं इस विषय पर चर्चा करने की अनुमति दूंगा। सदन की कार्रवाई आज 12 बजे तक स्थगित की जाती है।